ഹായ് നോബതി. പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമ, അദ്ദേഹം നായകനായിട്ടുള്ള സിനിമ. അദ്ദേഹത്തിന്റെ ഭാര്യ സുപ്രിയ മേനോനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് നിസാം ബഷീർ, റഷാഖിന്റെ ഡയറക്ടർ. സമീർ അലിയാണ് റൈറ്റർ. വല്ലാത്തൊരു എഴുതായിപ്പോയി. പക്ഷേ എഡിറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ അബ്രഡ് കട്ട്സ്, ഭയങ്കര കുറേ അബ്രഡ് കട്ട്സ്. എന്തെങ്കിലും ഇന്റൻസ് ആയിട്ട് പൃഥ്വിരാജിന്റെ എന്തെങ്കിലും സീന് കാണിക്കുന്നത് പെട്ടെന്ന് ഒറ്റ കട്ട അവൻ്റെ പറവത്തിരുപത്ത് ഫ്ലാറ്റിൽ തുണി മടക്കി വെക്കുന്നത്. അങ്ങനെ പടം ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു അലമ്പ് പടം. അതായത് പടം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ച് ഇത് കൊള്ളൊരു പരിപാടി. കാരണം എന്തൊക്കെയോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഓൾസോ ലോട്ട്സ് ഓഫ് സീൻസ്, കുറേ സ്കാറ്റേഡ് ആയിട്ടുള്ള കുറേ പരിപാടികൾ, ഒരുപാട് കഥാപാത്രങ്ങൾ, കുറേ ലെയേഴ്സ്. ഒരു കിടിലം പടം ആവും എന്നുള്ള തോന്നലിൽ പോകെ ഇങ്ങനെ ഭയങ്കര ഇത്രയും, അതായത് ലോജിക്ക് പോട്ടെ, ഇത്രയും റിപ്പീറ്റേറ്റീവ് സീൻസും അതുപോലെ തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി പടം തുടങ്ങി 1.25 മണിക്കൂറായിട്ടും നത്തിങ് ഹാപ്പൻഡ്. ഒരു ബാങ്ക് റോബറി. അപ്പം അതിനെ ചുറ്റിപ്പറ്റി അതിന്റെ പൈസയ്ക്ക് പുറകെ ഒക്കെ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൽ പൃഥ്വിരാജ് ഞെട്ടിപ്പോയ എന്തോ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. എനിക്ക് തോന്നുന്നു കാറ് മറയുന്നതായിരിക്കും. കാറ് മറയുന്നൊക്കെ ഇപ്പം എത്ര കാലമായി കാറ് മറയുന്ന തുടങ്ങിയിട്ട്. സീരിയൽസിൽ വരെ ഇപ്പോൾ കാറ് മറയുന്നുണ്ട്. മറ്റേ ഞെട്ടിക്കൽ ബിരിയാണിയുടെ ആൾ പുറകിലൊന്നും ഞെട്ടിച്ചായിരിക്കും. ഇല്ലാണ്ട് അതിൽ ഞെട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് സീന് കണ്ടു തോന്നിയിട്ടില്ല. പിന്നെ പാർവതി തിരുവോത്ത് അറിയാലോ, ഹൈ ക്ലാസ്, അപ്പർ ക്ലാസ് മെത്തേഡ് ആക്ടിങ്. ഡയറക്ട് ഡെലിവറിയൊക്കെ കാണണം. എൻ്റെ അപ്പിയേട്ടാ അത് തന്നെ. അതായത് ഒരു സ്ഥായി ഭാവം, ഒരു സ്തബ്ധയായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ. പിന്നെ 2 കുട്ടികളുണ്ട്. കുട്ടികൾ വല്ലാതെ ഉറപ്പിച്ചില്ല, എന്നാലും ഇളയ കുട്ടി ഇടയ്ക്കൊക്കെ ரொம்ப ഓവറായിരുന്നു. ഈ സിനിമ അവസാനമായപ്പോഴേക്കും ഇറങ്ങിപ്പോകാൻ തോന്നി, ലിറ്ററലി, സീരിയസ്ലി. അത് തീരുന്നില്ല അതാ ഞാൻ പറഞ്ഞു. നടുക്കടലിൽ നിന്ന് ഞാൻ പറയാൻ കാരണം എന്താ, നടുക്കടലിൽപ്പെട്ട അവസ്ഥയായി പോയി. നീന്തിയിട്ട് കരക്കെത്തുന്നില്ല. ഇങ്ങനെ കളിക്കുക. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മളെ ഹൈബ്രിഡ് ഡ്രൈവർ ഖാലിദ് റഹ്മാൻ പുള്ളിയുണ്ട്. പിന്നെ സഞ്ജു ശിവറാമുണ്ട്, സുധി കോപ്പയുണ്ട്. 3 പേരും മരിച്ചഭിനയിച്ചിട്ടുണ്ട്. കാരണം 3 പേരും ഡെഡാവുന്ന, അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് അവർ 3 പേരും മരിച്ചഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ഉണ്ട്. മധുപാലൊക്കെ 13 വയസ്സിൽ മധുപാലിനെ പിടിച്ച് പോലീസാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കേരള പോലീസിനെ ഇത്രയും മൊണ്ണകളായിട്ട് കാണിച്ചുള്ള ഒരു സിനിമ. ഇത്രയും മണ്ടന്മാരാണ്. അത് DGP മുതൽ, ഇർഷാദൊക്കെ DGP മുതൽ ഇങ്ങ് താഴെയുള്ള സാധാ ഹക്കീം ഷാജഹാന്റെ ആള് വരെ ഇങ്ങനെ. അതായത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസിങ്ങിലൊന്നാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ലോകത്തില് തന്നെ ഐറിഷൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന. അപ്പോഴാണ് ഇവിടെ പിന്നെ ഇവരിത്രയും മണ്ടന്മാരായിട്ട് എഴുതി വെച്ചേക്കുന്നത്. ട്രിവാൻഡ്രം പോലത്തെ ഒരു സിറ്റിക്ക്, ട്രിവാൻഡ്രം സിറ്റി, സെക്രട്ടേറിയറ്റ്, പാളയം, യൂണിവേഴ്സിറ്റി കോളേജ്, സ്റ്റാച്യു, ഈ സ്ഥലങ്ങൾ